പി.കെ.എന്നിന്റെ കാവ്യ എന്ന നോവലിന്റെ വായനാനുഭവമാണിത്. സമകാലിക ഇന്ത്യൻ അവസ്ഥയ്ക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് കാവ്യ എന്ന് പറയുന്നത്. പി.കെ.എന്നിന്റെ സ്ഥിരശൈലി പോലെ തന്നെ ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള ഒരു നോവലാണിത്. ആത്മീയതയുടെ മറവിൽ നടക്കുന്ന മൂല്യച്യുതികളെയും കള്ളത്തരങ്ങളെയും ഹാസ്യത്തിന്റെ കുന്തമുന കൊണ്ട് കുത്തിക്കയറുകയാണിവിടെ. കറന്റ് ബുക്സ് 2014 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച കൃതിയാണ് ഞാൻ വായിച്ചത്. ഇതാദ്യം പുസ്തകമായത് 1990-കളിലാണ്. ആന്റി നോവൽ വിഭാഗത്തിൽപ്പെട്ടതായാണ് ഈ നോവലിനെ കണക്കാക്കുന്നത്. 90-കളിലാണ് ഈ കൃതി ഘട്ടം ഘട്ടമായി ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് തൊട്ട് തന്നെ ഇതിന് ആന്റി നോവൽ എന്ന വിശേഷണം ഉണ്ടായിരുന്നു. ആന്റി നോവൽ എന്നതിന് നിർവചനമായി കണ്ടത് പരമ്പരാഗത നോവൽ ഘടനകളെ, അതായത് പ്ലോട്ട്, കഥാപാത്രക്രമം തുടങ്ങിയവയെ നിരാകരിക്കുന്ന പരീക്ഷണാത്മക സാഹിത്യരൂപമെന്നാണ്. കാവ്യ ആത്മന്റെയും ആത്മകഥയുടെയും പ്രതിവ്യവഹാരം എന്ന നൗഷാദ് പ്രബന്ധത്തിൽ പറയുന്നതനുസരിച്ച് ആന്റി നോവൽ എന്നാൽ ഇപ്രകാരമാണ്: നോവലടക്കമുള്ള സാംസ്കാരിക രൂപങ്ങൾ തന്നെയാണ് അതിന്റെ അസംസ്കൃത വിഭവം. അതൊന്നിന്റെയും ബദലല്ല, മറിച്ച് ആഘോഷിക്കപ്പെടുന്നവയും സ്ഥാപനവൽക്കരിക്കപ്പെടുന്നവയും എത്ര അശ്ലീലവും അപഹാസ്യവുമാണ് എന്ന് സമർത്ഥിക്കുകയാണ്. പരുവപ്പെട്ട കഥയെയും കഥാപാത്രങ്ങളെയും കഥാഘടനയുമൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് എഴുത്തിന്റെ വാസ്തവിക ഭാവത്തെ ആരായുന്ന ആഖ്യാന രീതിയാണ് ആന്റി നോവലിന്റേത്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ആന്റി നോവലിന്റെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയ നോവൽ തന്നെയാണ് കാവ്യ എന്ന് പറയും. എം വി നാരായണൻ ഒരു കാലത്തിന്റെ പുരുഷാർത്ഥങ്ങൾ എന്ന പഠനത്തില് ഈ കാവ്യയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 90-കളുടെ മധ്യത്തിൽ കാഷായ ഫാസിസ്റ്റുകളുടെയും ഹൈന്ദവ സംഘപരിവാറുകളുടെയും കാവ്യപ്പട ശക്തിയാർജിച്ചു വരുന്ന കാലത്താണ് കാവ്യ എഴുതപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാവ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമർത്യാനന്ദയുടെ അർദ്ധവിരാമം എന്നൊരു ആത്മകഥ ഉണ്ട്. അത് 1990 ജൂൺ മാസം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വന്ന് ഡിസംബറോടെ അവസാനിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച തന്നെ അർദ്ധവിരാമത്തിലെ പ്രമേയത്തെയും ആശയത്തെയും കളിയാക്കിക്കൊണ്ടാണ് കാവ്യയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് നിരവധി പ്ലാറ്റ്ഫോമുകളിലായിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അർദ്ധവിരാമത്തില് ആത്മീയതയെ ഒരു ഇതിഹാസ സമാനമായ ഒരു മഹത്തായ കാര്യമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇതിലെ മറ്റൊരു തലത്തിലാണ് ആന്റി നോവൽ ഭാവഗതികളോടെ കാവ്യയിൽ നോക്കിക്കാണുന്നത്. ആത്മനെ അന്വേഷിച്ചിറങ്ങി സ്വന്തം അന്വേഷണങ്ങൾ പാതി വരിയിൽ നിർത്തി കുടുംബജീവിതത്തിലേക്ക് മടങ്ങുന്ന പ്രമേയമാണ് അർദ്ധവിരാമത്തിൻ്റെത്. അതേ പ്രമേയം തന്നെയാണ് കാവ്യയുടേത്. കേവലം ഒരു കൃതിയുടെ പ്രതിനോവൽ എന്ന് മാത്രം നമുക്ക് കാവ്യയെ നിസ്സാരവൽക്കരിക്കാനാവില്ല. സ്ഥാപനവൽകൃതമായ വിരിപ്പുകൾ എങ്ങനെ പുതിയ രൂപത്തിൽ പുതിയ അധികാര രൂപങ്ങളിലേക്ക് നുരഞ്ഞു കയറുന്നു എന്നതിന്റെ ഒരു ചിന്താരേഖ കൂടിയാണിത്. ഇതിൽ കഥയെ ആരംഭിക്കുന്ന ടാപ്പർ രാമന്റെ നിർദ്ദേശമനുസരിച്ച് ആത്മീയതയിലേക്ക് തിരിയാൻ ഒരുങ്ങുന്ന കഥാനായകനിൽ നിന്നാണ്. കഥയുടെ പോക്കിലെല്ലാം ഈ ആത്മീയത എന്ന വാക്കിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് വലിച്ചിട്ട് നാറ്റിക്കുന്നുണ്ട് നമ്മുടെ കഥാകൃത്ത്. ഇതിനകത്ത് കുറെ സ്റ്റേറ്റ്മെന്റ്സ്, ഭയങ്കര പൊളിറ്റിക്കലി റെലവന്റ് ആയ ഒത്തിരി സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. അതല്ലേ പശുവും പട്ടികമടക്കം സമസ്ത ലോകരുടെയും സുഖത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിരതനായത്. അപ്പോൾ എതിരായിട്ട് പറയുന്ന എന്നിട്ടും 1, 2, 3 ലോകരാഷ്ട്രങ്ങളിൽ പട്ടിണി മാത്രം അവശേഷിക്കുന്നുണ്ട്. എല്ലാ കാലത്തും പ്രസക്തമായ ഒരു ചോദ്യമാണത്. ബുദ്ധനെ പോലെ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു രാത്രി തന്റെ കൊട്ടാരത്തിൽ നിന്ന്, അയാൾക്ക് കൊട്ടാരമില്ലാത്തതുകൊണ്ട് അയാളുടെ വീട്ടിൽ നിന്ന് കഥാനായകൻ പുറത്തിറങ്ങുകയാണ്. കാവ്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള കഥാനായകന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: കാവ്യയുടെ ചരിത്രം വേറൊന്നാണ് എന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. ആത്മൻ കളവു പോയത് തിരയുകയാണെന്ന നാട്യത്തിൽ ഏത് രാജ്യത്തും എക്കാലത്തും പരാന്നപ്പുക്കുകളുടെ വൻ പട തന്നെ ഉണ്ട്. ഇന്ത്യയിലെ സേന ആദ്യകാലത്ത് കോടി മാറാത്ത കൈത്തറി വസ്ത്രം ധരിച്ച് അടുത്തൂൺ അന്വേഷിച്ച് യാത്ര തിരിച്ചിരിക്കും. വരിക്കൊരു ചായ കുടിക്കാൻ കയ്യിൽ കാലണയില്ല. നടന്ന് നടന്ന് മുണ്ട് മണ്ണിന്റെ നിറമായി, താടിമീശ വളർന്നു. രാസയുദ്ധത്തിന് വാതകത്തിന്റെ പാകത്തിൽ അവറ്റിൽ നിന്നും ദുർഗന്ധമുയർന്നു. ഉടുമുണ്ടിന്റെ നിറം രണ്ടും കെട്ട കൂടുതലായപ്പോൾ ഒരു രസികന് തോന്നി, എന്നാൽ എന്തുകൊണ്ട് ഇവന് ശകലം ആത്മീയത കൊടുത്തുകൂടാ? പിന്നെ പരാന്നപ്പുക്കുകളുടെ തീറ്റയുടെ ഉക്കിൽ നിന്നാണ്
ഓനൊരു സന്യാസിയുടെ തീറ്റ തിന്നുമെന്ന പ്രയോഗമുണ്ടായത്. വയസ്സായ സ്വാമിയാണെങ്കിലും അയാൾ പിച്ചും പേയും പറഞ്ഞാൽ അതിന് വേദോപനിഷത്തുക്കളുടെ പിൻബലമുണ്ടെന്ന് കരുതിക്കോണം. ഇങ്ങനെ ഹാസ്യത്തിന്റെ ചാട്ടവാറ് കൊണ്ട് ഈ ആത്മീയതയുടെ മറവിലുള്ള എല്ലാ മൂല്യമില്ലായ്മയും അവരുടെ വെച്ചുകെട്ടുകളെയും ഒക്കെ പരിഹസിക്കുകയാണ്. ഇതിനകത്ത് ദില്ലിയുടെ ഒരു ചിത്രമുണ്ട്. വെടിപ്പുള്ളതിൽ നിന്ന് വൃത്തിയില്ലാത്തതായി പോകുന്ന ഒരു ദില്ലിയുടെ ചിത്രം. വീക്കെൻഡിന്റെ പൊതുവായ ശൈലി പോലെ എല്ലായിടത്തും കടന്നു വരാനുള്ള ഭക്ഷണമഹാത്മ്യം ഈ നോവലിലും വിതറിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാകുന്ന കുറെ ഭക്ഷ്യസൂക്തങ്ങളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: ഈ തണുപ്പിനെതിരെ മുൻകോപവും ശാപവും പച്ചക്കറിയുമായി വിശ്വാമിത്രൻ നടന്ന മുനിയുടെ കച്ചേരി പണ്ടേ പൂട്ടിയിരിക്കും. മഹാമഹോപാധ്യായ വസിഷ്ഠൻ അവകളുടെയും ഒരു ജനതയുടെയും ഭക്ഷ്യക്രമം നിശ്ചയിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയാകുന്നു. കഥാനായകൻ ബുദ്ധനെ പോലെ ഭാര്യയും കുട്ടികളൊക്കെ ഉപേക്ഷിച്ച് അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞ് പുള്ളി ചെല്ലുന്നത് ഹരിദ്വാറിലേക്കാണ്. അവിടുത്തെ പരമാനന്ദാചാര്യ സ്വാമിയുടെ അടുത്തേക്കാണ്. അത് കഴിഞ്ഞ് പുള്ളി ഷാമിയാർ മിഷനിലേക്ക് എത്തിച്ചേരുന്നു. ആ ഷാമിയാർ മിഷനിൽ പൂജാനന്ദൻ എന്ന് പറഞ്ഞ ഒരു അധികാരിയാണുള്ളത്. അയാൾ അവിടെ ചെല്ലുമ്പോൾ ആശ്രമം പുതുക്കി പണിയുന്ന ഒരു പ്രോസസ്സിലായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ചുമടുവേല നായകന് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതിന് സ്വാമി പറഞ്ഞ ധ്യാനയോഗം ചുമടുയോഗം ഇത് രണ്ടുമാണ് താങ്കൾക്ക് തരുന്നതെന്നാണ്. പക്ഷെ നമ്മുടെ കഥാനായകന് ചുമടുയോഗം ചെയ്യാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പുള്ളി പറഞ്ഞ ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, പൊതുയോഗം ഇതൊക്കെയാവാം, എന്നാൽ ചുമടുയോഗം വയ്യ. ഒരു കുത്തിയിരിപ്പ് യോഗം തരമാകുമെന്ന് വിചാരിച്ചാണ് ഇത്ര ദൂരം വന്നത് തന്നെ എന്നാണ്. പക്ഷെ അധികാരി ഇതൊക്കെ മനസ്സിലാക്കി പുള്ളിയോട് പറയും, തൽക്കാലം ചുമടുയോഗവും ധ്യാനയോഗത്തിലും വിശ്വസിക്കൂ, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ വരുമെന്ന് ഗുരുസ്വാമി മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഥാനായകൻ മന്ത്രോപദേശം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പരക്കം വാങ്ങി നടക്കുകയാണ്. അയാൾക്കത് ഒരിടത്തുനിന്നും കിട്ടണില്ല. പിന്നെ പുള്ളിക്കാരൻ നിക്കാവേ എന്നൊരു നൂല് പിടിച്ചു തൂങ്ങിയാണ് മന്ത്രം വാങ്ങിക്കുന്നത്. ആശ്രമത്തിലെ അധികാരവർഗത്തിന് കോഴിമുട്ടയും ചിക്കൻ കറിയും പള്ളിമുട്ടയൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെ ജീവിച്ച് പോരുന്ന സമയത്താണ് പുള്ളി ബാലബോധിനി എന്നൊരു പുസ്തകം കാണുന്നത്. അതിൽ പ്രേരിതനായി പുള്ളി ആശ്രമം വിട്ടിറങ്ങുന്നു. ശേഷം അദ്ദേഹത്തിന്റെ കൂടെയും മൂന്നാമൻ സ്വാമി, ആ ആശ്രമത്തിലെ മൂന്നാം അധികാരത്തിലുള്ള സ്വാമിയും വരും. അയാളുടെ പ്രേരണ മൂലം കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു ആശ്രമത്തെ കുറിച്ച് അറിയും. വിദ്യാവതി എന്നാണ് അതിന്റെ പേര്. അവരങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പുള്ളി അവിടെ ചെല്ലും. അതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെടും. അവിടുത്തെ ഒരു കിളിമാസിയുടെ സഹപത്രാധിപ ആവുകയും ചെയ്യും. പുള്ളി അവിടെ വെച്ചാണ് വിഗ്രഹ കച്ചവടങ്ങളോ അങ്ങനെ പല കാര്യങ്ങളും കാണുന്നത്. അവിടെ വെച്ച് പുള്ളിക്ക് ഒരു വിദേശയാത്ര തരവാകും. പക്ഷെ ആശ്രമത്തിലെ അധികാരി കാരണം അത് മുടങ്ങും. ഈ വിഷമത്തിൽ നിൽക്കുമ്പോൾ സ്വാമി ഒന്നാമൻ പോലീസ് വേഷത്തിലെത്തുകയും നാട്ടിലെ മുതലാളിയായ ദാമോദരൻ കൊടുത്ത കേസിൽ അയാളെ പ്രതിയാക്കുകയും ചെയ്യുന്നു. മുതലാളിയുടെ ജീവചരിത്ര ഗ്രന്ഥം കാട്ടി വിരട്ടി അയാൾ കേസിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അയാൾ വീട്ടിലേക്ക് ചെന്നതും കുട്ടികൾ അയാളെ പഴയ അച്ഛനെന്ന് വിളിക്കുന്നു. അയാളുടെ ഒഴിവിലേക്ക് ടാപ്പർ രാമനെ നിയമിച്ചുവെന്ന് ഭാര്യ കാർത്തിയായനെ അറിയിക്കുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ലഹരിക്കടത്തും വിഗ്രഹക്കടത്തും ഒളിഞ്ഞുള്ള സുഖഭോഗങ്ങളും കച്ചവടവും തുറന്നു കാട്ടുകയാണിവിടെ. ആത്മാഹൂതി, വെടിവെപ്പ്, തീവെപ്പ് തുടങ്ങി ഭീതിയൂട്ടി വളർത്തുന്ന സ്വാമിമാരെ ഭയക്കുന്നുവെന്ന് ഒരു പോലീസുകാരന്റെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുമുണ്ട്. മുതലാളിമാർക്കെതിരെ കേസെടുക്കാൻ പോകുന്ന ഒരു സർക്കാർ ഇനിയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നും ഒരു പോലീസുകാരനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. മുതലാളിത്തം അവരുടെ ഗർവ് എന്നും നിലനിർത്താൻ തേടുന്നതും നിർവചിക്കുന്നതും വളർത്തുന്നതും സ്വാമിമാരെയാണ്. അത് ഭാവിയിൽ ഉപകരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. വീക്കെൻഡിന്റെ ദീർഘവീക്ഷണം സമകാലിക ഇന്ത്യയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെയും നിഗൂഢതയുടെയും കാവ്യയിൽ പൊതിഞ്ഞു വച്ചേക്കുന്നത് ചീഞ്ഞു നാറുന്ന വെറും വ്യർത്ഥതയാണെന്നാണ് നമുക്കിതിൽ കണ്ടെടുക്കാൻ കഴിയുന്നത്. മനസ്സിലാകാത്ത ശ്ലോകങ്ങൾ വെറുതെ ഉരുവിട്ട് പഠിക്കുന്നതിനെ ഇതിൽ വിമർശിക്കുന്നു. സെമസ്റ്റിക് സ്വഭാവം ആർജിച്ച ഹിന്ദുത്വം തങ്ങളുടെ പൗരോഹിത്യ ഹൈറാർക്കിയ പരമ്പരകളെ ശക്തിപ്പെടുത്തുകയാണ്. അതവർ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഇവിടെ കാണാം.
അവളുടെ അധികാരത്തിലേക്കുള്ള വിത്തുകൾ അന്നേ വിതറിത്തുടങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. അത് ഭയമായും അച്ചടക്കമായും വിധേയത്വമായും ആധ്യാത്മികതയുടെ വേദികൾക്കുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു. നിരാസക്തിയുടെ പുകപടലത്തിൽ ആസക്തിയുടെയും അത്യാർത്തിയുടെയും തീയെരിഞ്ഞു. അവിടെ കളവിന്റെയും ധാർമ്മികതാലംഘനത്തിന്റെയും തീക്കായൽ ആധ്യാത്മികതയുടെ പുകമഞ്ഞിൽ വിദഗ്ധമായി ഒളിപ്പിക്കപ്പെട്ടു. കള്ളുകുടിച്ചും കഞ്ചാവളിച്ചും വിഗ്രഹക്കച്ചവടം നടത്തിയും വായി തോന്നിയതിനെല്ലാം അതിഗൂഢമായ അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനിച്ചും അവർ അധികാരമുറപ്പിക്കുന്നു. എല്ലാത്തിനും അവർക്ക് ആധ്യാത്മികതയുടെ മറയുണ്ട്. ചോദ്യം ചെയ്യുമ്പോൾ അവർ ഭയക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു, സ്വാധീനിക്കുന്നു. കാവ്യയുടെ പ്രസക്തി അന്നത്തേക്കാൾ ഇന്നാണ് എന്ന് പറയാനാവും. അവരുടെ വിത്തുകൾ ഇന്നാണത്രേ ഫലവൃക്ഷമായത്. അത് തിന്ന് വിഷം തീണ്ടിയ രാഷ്ട്രം ക്ഷീണിതയായിരിക്കുന്നു. അവർ അവരുടെ ഭയപ്പെടുത്തലുകളുടെ സ്ഥാപനവൽക്കരണത്തെ രൂപാന്തരപ്പെടുത്തി ചീഞ്ഞുനാറുന്ന പിതൃഭൂമിയിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നു. കാവ്യ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാലഘട്ടം കടന്നിങ്ങോട്ട് വന്ന ഒരു പ്രതിരോധമാണ്.